ഹലോ ഡിയർ സ്റ്റുഡൻസ്. സെനിത്ത് അക്കാഡമിയുടെ എക്സാം സീരീസിൽ ഇപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തവർക്ക് നമ്മൾ ഒരു ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മാനുവൽ വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ഫോൺ ആവശ്യമാണ് എക്സാം സീരീസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസിലേക്കാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഐഫോൺ യൂസേഴ്സിന് നമുക്കൊരു 6 മാസത്തെ ടൈം ഡിലേ ഉള്ളതുകൊണ്ട് തന്നെ അത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സോ നിങ്ങളുടെ എക്സാമിന് മുമ്പേ നിങ്ങൾക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഈ ആപ്പ് ഇപ്പൊ റിലീസ് ചെയ്തത് എക്സാമിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ആപ്പിലേക്ക് ആക്കി നിങ്ങളുടെ ഒരു മാർക്കിന്റെ ആക്യുറസി കാര്യങ്ങളെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആപ്പിലേക്ക് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പം കാണുന്നതിന്റെ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ ആണ്. അപ്പൊ ഇതില് നമ്മൾ ആദ്യമേ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് ആപ്പ് ഇൻസ്റ്റാൾ ആക്കാനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നല്ല ഇപ്പൊ കറന്റ് ആപ്പ് ഇൻസ്റ്റാൾ ആവുന്നത്. നമ്മൾ കറന്റ് നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിന്നാണ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്ലേ സ്റ്റോറിൽ വരാനായിട്ട് ഒരു 1 to 2 weeks ഡിലേ ഉണ്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വെബ്സൈറ്റ് വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അതിനായി ഫസ്റ്റ് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക. ഓക്കെ, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ബ്രൗസറിൽ senithacademy.in എന്ന് സെർച്ച് ചെയ്യുക. senithacademy.in ഇതാണ് വെബ്സൈറ്റ് URL. ഓക്കെ, senithacademy.in സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ സെനിത്തിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സെനിത്തിന്റെ വെബ്സൈറ്റ് കാണാം. ഇതില് ഡൗൺലോഡ് ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ, ഡൗൺലോഡ് ആപ്പ്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഡൗൺലോഡ് ആപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെനിത്തിന്റെ ആപ്പ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ, ഡൗൺലോഡ് ആവുന്നതാണ്. നിങ്ങളുടെ ഗൂഗിൾ ക്രോം ബ്രൗസറിലേക്ക് ഇത് ഡൗൺലോഡ് ഫയൽ ഡൗൺലോഡ് ആയി കിടക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് ഗൂഗിൾ ക്രോമിന്റെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെനിത്തിന്റെ ആപ്പ് ഡൗൺലോഡ് ആവുന്നത് കാണാം. ഓക്കെ, ഇത് ഡൗൺലോഡ് ആയതിനു ശേഷം ജസ്റ്റ് നിങ്ങൾ ഈ ഡൗൺലോഡ് ആയ ആ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ പാക്കേജ് ഇൻസ്റ്റാളർ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ആപ്പിലേക്ക് ഇൻസ്റ്റാൾ ആക്കണം. ഇപ്പൊ ഓൾറെഡി എന്റെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കാണിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫോർ അൺനോൺ സോഴ്സസ് ദെയർ മൈറ്റ് ബി എ ഡേഞ്ചർ ഇൻ ഇൻസ്റ്റാളിങ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പപ്പ്, ഒരു റിസ്ക് പോപ്പപ്പ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൽ സെനിത്ത് അക്കാഡമിയുടെ ആപ്പ് വന്ന് കിടക്കും. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. നിങ്ങളുടെ ഒരു യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും ഫസ്റ്റ് നിങ്ങൾ സെനിത്തിന്റെ ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾ അയച്ചു തരും. അത് വെച്ചിട്ടാണ് കയറേണ്ടത്. ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഇപ്പൊ ഒരു ഡെമോ യൂസറിനെ വെച്ചിട്ട് കയറാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെയാണ് ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ഇന്റർഫേസ് ഇങ്ങനെയാണ്. ഓക്കെ, ഇതില് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ കോഴ്സസ് ആണ്. ഈ കോഴ്സസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോസ് ആണ്. പിന്നെ നമ്മൾ എക്സാംസ് ഇപ്പൊ നിങ്ങൾക്ക് നടത്തുന്ന എക്സാം എന്ന് പറയുമ്പോൾ ഇതുവരെ കണ്ടക്ട് ചെയ്തേക്കുന്ന എക്സാംസ്, തേർഡ് ബാച്ചിന് ഓൺലൈൻ ബാച്ചിന് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് പ്ലസ് ഇനി നടക്കാൻ പോകുന്ന റിവിഷൻ എക്സാംസ് കൂടി ഇതിലേക്ക് വരും. ഓക്കെ, അപ്പൊ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പാക്കേജ് വരുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു റിവിഷൻ ടെസ്റ്റ് പോർഷൻ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിന്റെ അകത്ത് നമ്മൾ ഓരോരോ പോർഷൻ, ഏതൊക്കെ എക്സാംസിന് എന്തൊക്കെ പോർഷൻസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വീക്ക്ലി ടെസ്റ്റ് 1ന്റെ പോർഷൻസ്, 2, അതുപോലെ ഓർഡറിൽ ഓരോരോ എക്സാംസിൽ ഏതൊക്കെയാണ് നമ്മൾ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തത് എന്നുള്ളതാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഡോക്സിൽ പോയിട്ട് ഏതൊക്കെ ഫയലാണ്, ലൈക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഓരോ എക്സാമിലുള്ളത്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഇതില് ഫസ്റ്റ് ഒരു 9 വീക്ക്ലി ടെസ്റ്റും അത് കഴിഞ്ഞിട്ട് മൊത്തം 2 മോക്ക് ടെസ്റ്റ്
അതുപോലെ 10 മന്ത്ലി ടെസ്റ്റ് അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ബാക്കി കണ്ടിന്യൂഷൻ അടുത്തടുത്ത എക്സാം. ഇതിലിപ്പോ നിങ്ങൾക്ക് തന്നെ മോക്ക് ടെസ്റ്റ് 2 അപ്കമിങ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. മോക്ക് ടെസ്റ്റ് 2 അപ്കമിങ് ഇതെന്ന് പറയുമ്പോൾ ഇനി നടക്കാൻ പോകുന്ന എക്സാം ആണ്. ഓക്കെ, ഈ വീക്കിൽ ഇടാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 വീക്ക്ലി ടെസ്റ്റ് ഒരുമിച്ച് 100 മാർക്സിന് കണ്ടക്ട് ചെയ്യുന്നതാണ് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ഇനി മോഡൽ എക്സാംസ് ഉണ്ട്, റിവിഷൻ എക്സാംസ് ഉണ്ട്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടിൽ നിങ്ങളുടെ എക്സാമിന്റെ തൊട്ട് മുമ്പത്തെ വീക്ക് വരെ എക്സാംസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ വരുന്നത്. ഇനി ഇതെന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയാൽ യൂട്യൂബ് ആണ്, ഇതിൽ തന്നെ പ്ലേ ചെയ്യാൻ പറ്റും. വീഡിയോ അല്ല, ഇതിൽ തന്നെ കാണാൻ പറ്റും. ഓട്ടോ റൊട്ടേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് വരും. നിങ്ങളുടെ നെറ്റ്വർക്ക് അനുസരിച്ചായിരിക്കും വീഡിയോയുടെ ക്ലാരിറ്റി ചേഞ്ച് ആവുക. നല്ല നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ക്ലാരിറ്റിയിൽ ഓട്ടോ റെസൊല്യൂഷൻ ആണ്, സോ ഫുൾ ക്ലാരിറ്റിയിൽ വരും. നെറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി കുറഞ്ഞ് നിൽക്കും. ഓക്കെ, ഇതിൽ തന്നെ സ്കിപ്പ് ഓപ്ഷൻസ് ഉണ്ട്, സ്കിപ്പ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് വീഡിയോ പ്ലെയറിൻ്റെ അകത്ത് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഇതുപോലെ NCA എക്സാമിന്റെ ഉണ്ട്. അതുപോലെ തന്നെ 2021 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഒരു എക്സാം ഞാൻ കയറി അറ്റൻഡ് ചെയ്ത് തരാം. ഇവിടെ എക്സാം എന്ന് പറയുമ്പോൾ ഈ ക്വിസ് എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് നിങ്ങളുടെ എക്സാംസ്. ഓക്കെ, ഇതിങ്ങനെ ഓർഡറിൽ കിടപ്പുണ്ട്, എല്ലാം അറേഞ്ച് ചെയ്ത് തന്നെയാണ് കിടക്കുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് താഴെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എടുക്കാം. ഇവിടെ ക്വിസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അറേഞ്ച് ആയി കിടപ്പുണ്ട്. ഓക്കെ, മന്ത്ലി ടെസ്റ്റ് 1 to വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, എല്ലാം അറേഞ്ച് ആയി കിടപ്പുണ്ട്. അപ്പൊ ഇതില് ഞാൻ ഡെമോ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഡെമോ ടെസ്റ്റ് ഓപ്പൺ ആക്കിയപ്പം മുകളിൽ ടൈമർ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, 10 മിനിറ്റ് ആണ്, 10 ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 10 മിനിറ്റ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഡെമോ ടെസ്റ്റിൽ. സോ ടൈമർ ഓടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻ ഇതിലാണ് ഞാൻ അറ്റൻഡ് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ചുമ്മാ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പൊ ഇതിന്റെ ആൻസർ എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് C ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്കൻഡിന്റെ സാഡിൽ ജോയിന്റ് കൊടുക്കുന്നു, മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ, ബാഡ് ബ്രെത്ത് കൊടുക്കുന്നു, അസ്കാരിയാസിസ് കൊടുക്കുന്നു. പിന്നെ ഞാൻ ഇതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. സോ ഇതൊന്നും എനിക്ക് അറിയില്ല. സോ ഇതെല്ലാം ഞാൻ ചെയ്യുന്നില്ല, അൺഅറ്റൻഡഡ് ആയിട്ട് ഇടുകയാണ്. സോ എനിക്ക് അവിടെ മാർക്ക്, നെഗറ്റീവ് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. സോ നമുക്ക് അറിയാവുന്നത് മാത്രം ചെയ്യുക, അറിയാത്തത് സ്കിപ്പ് ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾക്ക് ആൻസേഴ്സ് റിവ്യൂ ചെയ്യാൻ നേരം അതിന്റെ കറക്റ്റ് ആൻസർ ഏതാന്നുള്ളത് കാണിക്കും. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം സെലക്ട് ചെയ്ത് പോകുക, അറിയാത്തത് വിട്ടേക്കുക, പ്രശ്നമില്ല. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യാൻ നേരം ഒരു കൺഫർമേഷൻ ചോദിക്കും. എക്സാം സബ്മിറ്റ് ചെയ്യട്ടെ എന്ന് ഒരു കൺഫർമേഷൻ ചോദിക്കും, എസ് കൊടുക്കുക. ചെയ്ത് കഴിയുമ്പോൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 എന്നുള്ള ടോട്ടൽ സ്കോർ, 10 മാർക്കിനാണ് ഈ ഒരു എക്സാം നടത്തിയത്. അതിൽ എനിക്ക് കിട്ടിയ സ്കോർ 4.34. ഇതിൽ എത്ര എണ്ണം തെറ്റി? നെഗറ്റീവ് മാർക്കാണ് -0.6. ഒരു ക്വസ്റ്റിന് -0.33 ആണ് പറയുന്നത്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ എനിക്ക് മിസ്റ്റേക്ക് ആയതാണ് -0.66 വന്നേക്കുന്നത്. അപ്പൊ ഇത് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കഴിഞ്ഞിട്ടുള്ള സ്കോറാണ് 4.34. ഇനി എനിക്ക് ബാക്ക് അടിച്ച് ഇറങ്ങി പോകില്ല, നമ്മൾ എക്സാം കഴിഞ്ഞ ഉടനെ ബാക്കിലേക്ക് പോകില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതാണ് തെറ്റിയത്, ഏതാണ് കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ലെഫ്റ്റിൽ താഴെ കാണുന്ന റിവ്യൂ ആൻസേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റിവ്യൂ ആൻസേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ സെലക്ട് ചെയ്ത ഓപ്ഷൻ C ആണ്. ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആണ് D. എന്ന് പറഞ്ഞാൽ ഈ പച്ച കളറിൽ കാണിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, പച്ച കളറിൽ വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ ബ്ലൂ ഡോട്ട്, ലെഫ്റ്റിൽ ബ്ലൂ ഡോട്ട് വരുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ആൻസർ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ തെറ്റാണ് ചെയ്തത്, കറക്റ്റ് ആൻസർ D ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പച്ച കളർ കിടക്കുന്നത് A ഓപ്ഷനിലാണ്, ഞാൻ സെലക്ട് ചെയ്തത് A ഓപ്ഷൻ ആണ്. സോ രണ്ടാമത്തെ ആൻസർ കറക്റ്റ് ആണ്. തേർഡ് ആൻസറും അതുപോലെ, ഫോർത്ത് കറക്റ്റ് ആണ്, ഫിഫ്ത്ത് കറക്റ്റ് ആണ്, സിക്സ്ത് ഞാൻ അറ്റൻഡ് ചെയ്തില്ല, സിക്സ്ത് ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. സോ അതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ് എന്നുള്ളതാണ് D എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്, ഗ്രീൻ കളറിൽ ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, അതുപോലെ സെവൻത് ഞാൻ ചെയ്തില്ല, സെവൻതിന്റെ ആൻസർ. എയ്ത്ത് ഞാൻ ചെയ്തു, എയ്ത്ത് ഞാൻ ചെയ്തത് C ആണ് ഞാൻ സെലക്ട് ചെയ്തത്, പക്ഷെ ആൻസർ ഏതായിരുന്നു? D ആണ്. അതാണ് ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്നത്, കണ്ടോ. ദെൻ നയൻത് ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല, കറക്റ്റ് ആൻസർ A ആണ്. 10th ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു, കറക്റ്റ് A ആണ്, ഞാൻ മാർക്ക് ചെയ്തത് A ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ റിവ്യൂ ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ എക്സാം കഴിഞ്ഞിട്ട് ഒരു 24 അവർ, ഒരു എക്സാം ഇട്ടിട്ട് 24 മണിക്കൂർ കഴിയുമ്പം അതിന്റെ ലീഡർ ബോർഡ് പബ്ലിഷ് ചെയ്യും. അപ്പൊ നിങ്ങൾ കയറി ചെയ്ത് കഴിഞ്ഞാൽ
24 മണിക്കൂറിൽ നമ്മൾ ലീഡർ ബോർഡ്, ഇപ്പൊ ഇതൊക്കെ ഓൾറെഡി തേർഡ് ബാച്ചിന് ഇട്ട എക്സാംസ് ആണ്. സോ അവരുടെ ലീഡർ ബോർഡ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ലീഡർ ബോർഡ് എടുത്തു കഴിയുമ്പോൾ ആർക്കാണ് ഫസ്റ്റ് സെക്കൻഡ് പെർസെൻറ്റേജ് വൈസ് അറേഞ്ച് ചെയ്ത് കാണിച്ചു തരും. ഇപ്പോൾ ഡെമോ ടെസ്റ്റ് ആണ്. ഞാൻ മന്ത്ലി ടെസ്റ്റ് 10ൽ ഞാൻ ജസ്റ്റ് ചുമ്മാ കയറി സബ്മിറ്റ് ചെയ്തിട്ട് ലീഡർ ബോർഡ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ അറേഞ്ച് ആയി വരും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് ആർക്കാണ്, സെക്കൻഡ് ആർക്കാണ്, തേർഡ് ആർക്കാണ്. ലൈക്ക് ഈ മാർക്ക് ബേസ് ചെയ്തിട്ട് അറേഞ്ച് ആവും. എല്ലാവരുടെയും മാർക്ക് ബേസ് ചെയ്തിട്ട് എത്രാമത്തെ റാങ്ക് ആണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് അതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് സംഭവം വരിക. പിന്നെ ഈ മുകളിൽ കാണുന്ന ഈ ടോപ്പിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബില്. അതിന്റെ വീഡിയോ ലിങ്ക്സ് ആണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂട്യൂബിൽ പോയിട്ട് വീഡിയോ പ്ലേ ആവും. ഓക്കെ, ജസ്റ്റ് ഫ്രീ ക്ലാസ്സസ് ആണ്, ഫ്രീ സെഷൻസ് ആണ്. അത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കയറി കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം വരിക ടോട്ടലായിട്ട്. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.